വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. അതാണ് ഈ കടൽച്ചൻ്റെ ഈ ഒരു ഡാപ്പർ. ഇതെന്തായാലും അഫോർഡബിൾ റേറ്റിന് നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല സ്കിൻ ഫ്രണ്ട്ലിയാണ്, റാഷ് ഫ്രീ ആണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. കുറേ നാളായിട്ട് ഈ റാഷ് ചെറുപ്പം തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. ഇതെന്തായാലും കുട്ടികളുടെ ഉമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ കാശൊന്നും ചിലവാക്കേണ്ട, ചെറിയൊരു റേറ്റിന് ഇത് കിട്ടും. എത്ര ഡയപ്പർ യൂസ് ആക്കില്ല എന്ന് പറഞ്ഞാലും ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും കുറേ ഡയപ്പർ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ആക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇത്രയൊക്കെ ബാഗ് പാക്ക് ചെയ്തിട്ട് എവിടേക്കാണെന്നല്ലേ? വേറെ എവിടേക്കുമല്ല, എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലേക്ക്. ഇതിപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് കുറേ നാളായി വന്നിട്ട്. കുറേ നാളായില്ലെങ്കിലും അവിടെ നിന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും എന്തായാലും കുറേ ബാഗ്സ്. ഇത് പതിവാണ്. നീറ്റായിട്ട് ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് കിട്ടിയതൊക്കെ എങ്ങനെ പറ്റുന്നോ അങ്ങനെയാണ് ബാഗിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത്. എന്നിപ്പം രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആകുമ്പോഴോ പോകുന്നേ. വീട്ടിലുള്ളവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോവാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ നല്ല മിസ്സിങ് ആയിരിക്കും. അത് എല്ലാവർക്കും ഉള്ളതല്ലേ. സ്വന്തം വീട്, വീട്ടുകാർ, ഇതൊക്കെ എമോഷൻസ് അല്ലേ. എവിടൊക്കെ പോയാലും ഇവരെ ഓർക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇരാഷ്, ഞങ്ങൾ എടക്ക് ഇരാഷ് പോകുന്നത് ഡാഡിൻ്റെ അടുക്ക. ഞാൻ ഫാസിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രദേഴ്സൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കുറേ നേരമായതിനു ശേഷം ഇറാഷിനെ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ കൊണ്ടുപോവാണ്. ഇവൻ കുറേ നേരം TV ഒക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെയോ ഉറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളുറങ്ങുന്നില്ല. ആളെന്തായാലും ഉറങ്ങാൻ 1 മണിയൊക്കെ ആവും. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.